ടൂറിസം എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തുള്ളവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. കാണാത്ത കാര്യങ്ങൾ കാണുക, കാണാത്ത സ്ഥലങ്ങൾ സന്ദർശിക്കുക. ഇപ്പോൾ ലോക ടൂറിസം ഭൂപടത്തിൽ UAE നിർണായകമായ ഒരു സ്ഥാനം അടയാളപ്പെടുത്തുന്നു. അതായത് ലോകത്തിലെ മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായിട്ട് UAE മാറുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് വലിയ സന്തോഷമുണ്ട്. UAEയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ചരിത്രാതീത വളരെ വളരെ കാലം മുമ്പ് തന്നെ ഉള്ളതാണ്. മാത്രമല്ല ഇന്ത്യക്കാരോട് വളരെ സ്നേഹമുള്ള നാട്. തിരിച്ചും അങ്ങനെയാണ്. UAEയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദി ആയിരുന്നു എന്നറിയാവോ? അങ്ങനെ ഒരു കാലമുണ്ട് അവർക്ക്. UAE അങ്ങനെയാണ്. അപ്പോൾ മാത്രമല്ല UAEയുമായി ബന്ധപ്പെട്ട ബിസിനസ് ലോകം മുഴുവനും അവർ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളിലാണ് അവർ കെട്ടിപ്പടുത്തത് പുരാതന കാലത്ത്. അപ്പോൾ അതിൻ്റെ ഒരു കടപ്പാട്. നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ ഇവിടെ വന്ന് എടുത്തിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊണ്ടുപോയി വലിയ വിലക്ക് വിറ്റാണ് അവർ കോടീശ്വരന്മാരായിരുന്നു ആ കാലത്ത്. അതുകൊണ്ട് അവർക്ക് ആ കൂറുമുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഇൻഡോ അറബ് റിലേഷൻ ഉണ്ട്. UAE ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. ഏതാണ്ട് 35 ലക്ഷം ഇന്ത്യക്കാർ, അതിൽ കൂടുതലുണ്ടാവും. കാരണം കൃത്യമായ കണക്കൊന്നും ഈ പ്രവാസികൾക്ക് ഇല്ലല്ലോ. 35 ലക്ഷം ഇന്ത്യക്കാർ UAEയിൽ ഇപ്പോഴും കഴിഞ്ഞു കൂടുന്നുണ്ട്. അതും വലിയ അതിസമ്പന്നന്മാരാണ്. ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നന്മാരുണ്ട്. കേരളത്തിൽ നിന്ന് ഏതാണ്ട് 10 ലക്ഷത്തോളം 1 മില്യൺ ഉണ്ടെന്നാണ് പറയുന്നത്. അതും നമ്മുടെ കയ്യിൽ കൃത്യമായ കണക്കില്ല. പക്ഷെ അവരൊക്കെ വലിയ തോതിൽ ജീവിച്ചു പോകുന്നു. അവിടെ ജീവിക്കുന്നു എന്ന് മാത്രമല്ല, അവർ വന്ന് കേരളത്തെ വലിയ തോതിൽ സഹായിക്കുന്നു, പോറ്റുന്നു. അതിസമ്പന്നന്മാരായ പ്രവാസി മലയാളികൾ എടുക്കുമ്പോൾ അവരൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്, UAEയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകാരാണ് നല്ല ഒരു ശതമാനം. അപ്പോൾ ആ തരത്തിലൊക്കെ UAEക്ക് നമ്മളുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ അതുകൊണ്ട് UAEയുടെ ഒരു പുരോഗതി എന്ന് പറയുന്നത് നമ്മുടെ കൂടി സന്തോഷമാണ്. UAE എന്ന് പറഞ്ഞാൽ അറിയാലോ, UAE ഇപ്പോൾ 7 എമിറേറ്റ്സുകളാണ് UAE എന്ന് പറയുക. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് വെച്ചാൽ 7 കൊച്ചു രാജ്യങ്ങൾ, 7 കൊച്ചു രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ അബുദാബി കേന്ദ്രമായിട്ടൊരു രാജ്യം ഉണ്ടായത്. അപ്പോൾ 7 കൊച്ചു രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോന്നും വേറെ വേറെ രാജ്യങ്ങളാണ്, സെപ്പറേറ്റ് രാജ്യങ്ങളാണ്. പക്ഷേ ആഗോളതലത്തിൽ അവർ ഒന്നിച്ചു നിൽക്കും, പരസ്പരം സഹകരിച്ചു പോകും. എല്ലാ രാജ്യത്തിനും വേറെ വേറെ അമീറുമാരുണ്ട്, വേറെ വേറെ രാജാക്കന്മാരുണ്ട്. ജനാധിപത്യം അല്ലല്ലോ. ഒരു രാജകുടുംബം ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കും. 7 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അബുദാബിയാണ്. അബുദാബി ഉണ്ട്, UAE ഉണ്ട്, ഷാർജ ഉണ്ട്, ഫുജൈറ ഉണ്ട്, റാസൽ ഖൈമ ഉണ്ട്, പിന്നെ കുമ്മുൽ ഖുവൈൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. വേറെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, റാസൽ ഖൈമ പറഞ്ഞില്ലേ, അജ്മാൻ പറഞ്ഞോ? ഇല്ല, അജ്മാനും കൂടിയുണ്ട്. അപ്പോൾ അബുദാബി, ദുബൈ, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ, ഫുജൈറ ആൻഡ് ഉമ്മുൽ ഖുവൈൻ. ഈ 7 രാജ്യങ്ങളും 7 രാജ്യങ്ങളാണ്. പക്ഷെ അവർ ഒരുമിച്ചൊരു രാജ്യമാകാൻ തീരുമാനിച്ചു. ഒരു ആഗോളതലത്തിലൊക്കെ UAE ഒരു വിസ മതി, നിങ്ങൾക്ക് ഈ 7 രാജ്യങ്ങളിലും പോയി പോരാ. അതുകൊണ്ടാണ് UAEയുടെ പ്രത്യേകത. ഇന്നത്തെ UAEയുടെ പ്രത്യേകത ടൂറിസ്റ്റ് മാപ്പിൽ ഈ നമ്മൾ പറയില്ലേ, ടൂറിസ്റ്റ് ഫുട്ഫോൾ എന്ന് പറയും. ഏറ്റവും കൂടുതൽ മനുഷ്യർ വരുന്ന, ടൂറിസ്റ്റുകൾ വന്നു ചേരുന്ന നാടുകളുടെ കണക്ക് ഇങ്ങനെ ഓരോ വർഷവും മാറും. പലപ്പോഴും മാറുമല്ലോ, പല കാരണങ്ങൾ, സീസൺ അനുസരിച്ചൊക്കെ മാറും. ചില ഡെസ്റ്റിനേഷൻസ് കൂടിയും കുറഞ്ഞും മാറി വരും. പക്ഷേ അപ്പോഴും ദ ബെസ്റ്റ് 7 എന്ന് പറയില്ലേ, 7 എണ്ണം, ലോകത്തിലെ 7 അത്ഭുതങ്ങൾ എന്ന് പറയുന്ന പോലെ നമ്മൾ അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ 7 ഒക്കെ ഈ 7 ഡെസ്റ്റിനേഷൻസ് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ലോകത്തിലെ 7 ഡെസ്റ്റിനേഷൻസിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന UAE ആണ്. 7 ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ബാക്കി അറിയാലോ, ഒന്ന് തായ്ലൻഡാണ്. തായ്ലൻഡിൽ എല്ലാവരും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ ഇസ്താൻബുളിൽ ചരിത്രം, ഈ ഹിസ്റ്റോറിക്കൽ, മറ്റു പല കാര്യങ്ങൾക്കുള്ള ടൂറിസ്റ്റാണ് തായ്ലൻഡിൽ. ഇസ്താൻബുളിൽ ഹിസ്റ്റോറിക്കൽ ടൂറിസ്റ്റാണ്. ഇപ്പോൾ ലണ്ടൻ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണല്ലോ, ചിരപുരാതനമായൊരു നാടാണ്. ലണ്ടനിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ ഹോങ്കോങ് ആളുകൾക്ക് ഇഷ്ടമാണ്, ചൈനയുടെ കയ്യിലുള്ള ഹോങ്കോങ്. മെക്കയിൽ പോകുന്നത് പിന്നെ പിൽഗ്രിമേജാണ്, തീർത്ഥാടനത്തിനാണ് മെക്കയിലേക്ക് പോകുന്നത്. ഈ ആൻഡല്യ എന്ന് പറഞ്ഞിട്ട് തുർക്കി നഗരമുണ്ട്, അവിടെയും വലിയ തോതിൽ ആളുകൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നുണ്ട്. പിന്നെ ഈ ആ കൂട്ടത്തിലാണ് ദുബൈയും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 7 പ്രധാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ചെല്ലുന്ന ഡെസ്റ്റിനേഷൻസ് ഒന്നായി ദുബായ് മാറിയിട്ടുണ്ട്. ഇക്കൊല്ലത്തൊരു പ്രത്യേകത മാത്രമല്ല, ലോകത്തിലെ ടൂറിസത്തെ നിയന്ത്രിക്കുന്ന, ടൂറിസത്തെ ഏകോപിപ്പിക്കുന്ന ഒരു ആഗോള ഏജൻസിയാണ് WTO എന്നാണ് പറയുക. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ല, വേൾഡ് ടൂറിസ്റ്റ് ഓർഗനൈസേഷൻ. അതും ഒരു ആഗോള സംഘടനയാണ്, വലിയ തോതിൽ ലോകമെങ്ങും അംഗീകാരമുള്ള സംഘടനയാണ്. ആ സംഘടനയുടെ സെക്രട്ടറി സ്ഥാനത്ത് ഇക്കുറി ഒരു UAE പ്രതിനിധിയാണ് വന്നത്. UAEക്കാർക്കാണ് ഇപ്പോൾ അതിൻ്റെ നേതൃത്വം. UAEക്കാർക്കാണെന്ന് മാത്രമല്ല, UAEക്കാരിക്കാണ് വന്നിരിക്കുന്നത്. ഒരു ലേഡി വന്നിരിക്കുന്നതാണ്. അതായത് UAEയിൽ ഒരു പക്ഷേ അറബ് രാജ്യങ്ങളിൽ സ്ത്രീകൾ വലിയ തോതിൽ ബിസിനസ് സംരംഭകരായിട്ട് വന്ന ഒരു രാജ്യം കൂടിയാണ്. മിക്കവാറും എല്ലാ അറബ് രാജ്യങ്ങളിലും ഇപ്പോൾ ഉണ്ട്, എങ്കിലും വലിയ തോതിൽ ആഗോള ബിസിനസ് രംഗത്ത് വന്ന ഒരു ലേഡിയാണ് ഷെയ്ഖ നാസർ അൽ നുവൈസ്. ഷെയ്ഖിൻ്റെ സ്ത്രീലിംഗമാണ്.
ഷെയ്ഖ് അറിയാലോ, ഷെയ്ഖിൻ്റെ സ്ത്രീലിംഗമാണ് ഷെയ്ഖ നാസർ അൽ നൊവൈസ്. അവരാണിപ്പോൾ അവിടുത്തെ റൊത്താന ഗ്രൂപ്പ്. നമ്മളിപ്പോൾ ദുബൈയിലും യു എയിലും ഒക്കെ ചെന്നാൽ എല്ലായിടത്തുമുള്ള വലിയ ഹോട്ടൽ നെറ്റ്വർക്കാണ് റൊത്താന ഹോട്ടൽസ്. അപ്പോൾ റൊത്താന ഹോട്ടൽസിൻ്റെ എം ഡിയും അതിൻ്റെ എല്ലാമാണ്, അതിൻ്റെ ഓൾ ഇൻ ആളാണ് ഇവർ, ഈ ഷെയ്ഖ നാസർ അൽ നൊവൈസ്. അപ്പോൾ അവരാണിപ്പോൾ WTOയുടെ സെക്രട്ടറി ജനറൽ. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം. അപ്പോൾ എന്തായാലും ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇപ്പോൾ ഈ പുരോഗതി ഉണ്ടായത്? വളരെ വളരെ പ്ലാൻ ചെയ്ത് മുന്നേറിയതാണ്. എന്തുകൊണ്ടാണ് ദുബൈയിലേക്ക് ആലോചിച്ച് നോക്കൂ, ഒന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ ഒരു കണക്കെടുത്തോളൂ. കേരളത്തിലെ രാഷ്ട്രീയക്കാർ എവിടെയാണ് ഒരു ഹോബിക്ക് പോവുക, ഒരു ബിസിനസ്സിന് പോവുക? ഗൾഫ് രാജ്യങ്ങളിൽ. പോട്ടെ, ഇവിടുത്തെ സിനിമക്കാരെവിടെ പോവുക, സംഗീതത്തിന് എവിടെ പോകുക? ഒരു നല്ല പ്രോഗ്രാം നടത്തിയിട്ട് നാല് മുക്കാലുണ്ടാക്കി പോരണമെങ്കിൽ ദുബായിൽ പോകണം. എല്ലാ വിനോദം വേണ്ട. വന്ന് ലോകത്തിലെ നമ്മളിപ്പോൾ ഈ വായന, പുസ്തകോത്സവം മാറിയില്ലേ? ഷാർജ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിനിമയ്ക്ക് നമ്മൾ കാൻ ഫെസ്റ്റിവലിന് പോകുന്നത് പോലെയാണ്. കാൻ ഫെസ്റ്റിവലിന് പോകുന്ന പോലെയല്ലേ പുസ്തകം എഴുതുന്ന ആരും. ഒരു പുസ്തകം എഴുതിയാൽ ഉടനെ അവൻ്റെ ജീവിത ലക്ഷ്യം എന്താ? ഷാർജ ഫെസ്റ്റിവലിന് പോകുക. അപ്പോൾ അത്തരത്തിൽ വലിയ എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അതിനുവേണ്ടി അവർ ചെയ്ത അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ വർധനവ് വരുത്തി. ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളത്തിൻ്റെ യാത്രാ ടെർമിനൽ, ഏറ്റവും വലിയ ടെർമിനൽ ദുബൈയിലെ അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അവിടെ ഒരൊറ്റ സമയത്ത് ഒന്നാലോചിച്ച് നോക്കൂ, 260 മില്യൺ യാത്രക്കാർക്ക് സൗകര്യമുണ്ട്. മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പോൾ 2600 ലക്ഷം എന്ന് പറഞ്ഞാൽ 2.25 കോടി മനുഷ്യർക്ക് ഒരേ സമയത്ത് വന്നിറങ്ങി പോകാനും വരാനുള്ള സൗകര്യമുള്ളൊരു വിമാനത്താവളം ഉണ്ടാക്കി. അതാണ് അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട്. ആളുകൾ വരുന്നത് അതുകൊണ്ടാണ്. ഒരിക്കലും വിമാനം കിട്ടാതിരിക്കാനോ വന്നാൽ ബുദ്ധിമുട്ടുകയോ അല്ലെങ്കിൽ എയർപോർട്ടിലെ തിരക്ക് തള്ള്, ആർക്കും ഇഷ്ടം പോലെ വിശ്രമിക്കാനും വരാനും പോകാനും ഒക്കെയുള്ള സൗകര്യം, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ 2015 മുതൽ 25 വരെയുള്ള ഒരു 10 കൊല്ലത്തെ കണക്കെടുത്തപ്പോൾ UAE എയർപോർട്ടുകൾ, UAEയിലെ ഏതാണ്ട് 6-7 പ്രധാനപ്പെട്ട എല്ലാ എമിറേറ്റ്സിലും പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ ഉണ്ടല്ലോ. ഈ 7 എയർപോർട്ടുകൾ, പ്രധാനപ്പെട്ട എയർപോർട്ടുകളുടെ കണക്കെടുത്തപ്പോൾ UAEയിൽ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനുള്ളിൽ 1 ബില്യൺ യാത്രക്കാർ പോകും. 1 ബില്യൺ എന്ന് വെച്ചാൽ അറിയാലോ, 100 കോടിയാണ്. 100 കോടി യാത്രക്കാർ ഈ എയർപോർട്ടുകളിൽ വന്നുപോയി എന്നാണ് കണക്ക്. മാത്രമല്ല ഒറ്റ കൊല്ലത്തെ കണക്ക് 160 മില്യനാണ്. 2025 പൂർത്തിയാകുമ്പോൾ അവരുടെ എസ്റ്റിമേറ്റഡ് കണക്കനുസരിച്ച് 160 മില്യൺ എന്ന് പറഞ്ഞാൽ 1600 ലക്ഷം എന്ന് പറഞ്ഞാൽ 1.6 കോടി യാത്രക്കാർ ഈ കൊല്ലം വന്നു പോകും എന്നാണ് കണക്ക്. ഇനി മാത്രമല്ല, ഇങ്ങനെ ടൂറിസ്റ്റുകൾ വന്നാലുള്ള ഗുണം എന്താ? സ്വാഭാവികമായിട്ടും അവരുടെ വരുമാനം വർദ്ധിക്കും. ആ വരുമാനത്തിൻ്റെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. 2024 ഇക്കഴിഞ്ഞ ഒരൊറ്റ 2024 ഒരൊറ്റ വർഷത്തെ കണക്ക് മാത്രം ദുബായ് അല്ലെങ്കിൽ UAEക്ക് കിട്ടിയ കണക്ക്, ടൂറിസ്റ്റുകളിൽ നിന്ന് കിട്ടിയ കണക്ക് പണം 257.3 ബില്യൺ ദിർഹമാണ്. 257.3 ബില്യൺ ദിർഹം എന്ന് പറഞ്ഞാൽ എണ്ണ ഉൾപ്പെടെ ഈ അവരുടെ എല്ലാ മേഖലയിൽ നിന്നുള്ള ബിസിനസ് ഉൾപ്പെടെയുള്ള വരുമാനം ഒക്കെ കൂട്ടിയാൽ അവരുടെ GDPയുടെ 13% ടൂറിസ്റ്റുകൾ കൊടുക്കുന്ന വരുമാനമാണ്. മാത്രമല്ല ഇവർ നേരിട്ട് വിസക്കും മറ്റ് സൗകര്യങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുന്ന കണക്കാണല്ലോ ഈ കണക്ക്. എന്നാൽ അവിടെ വരുന്ന സഞ്ചാരികൾ ചിലവാക്കുന്ന ദിർഹമുണ്ട്. അവർ അവിടെ നിന്ന് കറൻസി മാറ്റിയെടുത്തോ ആ പണം അവിടെ തന്നെ ചിലവഴിച്ചു പോകുമല്ലോ. അപ്പോൾ നമ്മളിവിടുന്ന് ഇന്ത്യൻ റുപ്പിയുമായിട്ട് പോയി അവിടെ കൺവേർട്ട് ചെയ്ത് ദിർഹമാക്കി കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരുമല്ലോ, അവിടെ തന്നെ ചിലവാക്കുമല്ലോ. അങ്ങനെ UAEയിൽ ഈ യാത്രക്കാർ ചിലവാക്കിയ മാത്രം പണത്തിൻ്റെ കണക്ക് 217.3 ബില്യനാണ്. ഇവർ ടൂറിസ്റ്റുകൾ നേരിട്ട് സർക്കാരിന് കൊടുത്തത് 257 ബില്യൺ. ആലോചിച്ച് നോക്കൂ. പിന്നെ ടൂറിസ്റ്റുകൾ ആ നാട്ടിൽ ചിലവാക്കിയത് 217 ബില്യൺ ദിർഹം. ഇനി ഈ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഹോട്ടലുകൾക്ക് കിട്ടിയത് വേറെയാണ്. ഹോട്ടലുകളിൽ ഇവർ ക്രെഡിറ്റ് കാർഡ് കൊടുത്തും അവനവൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ് അനുസരിച്ചും കൊടുത്തത്. ഹോട്ടലുകൾ UAEയിൽ ഇപ്പോൾ ഉള്ള ഹോട്ടലുകളുടെ കണക്ക് ഇപ്പോൾ റൊട്ടാന ഹോട്ടൽസ് ഉൾപ്പെടെ UAEയിലെ ഈ 7 എമിറേറ്റ്സിലും കൂടി ആകെയുള്ള ഹോട്ടലുകൾ 1243 1240. ചെറിയൊരു നാടാണ് UAE, വലിപ്പമൊന്നും കൂടുതലില്ല. 1243 ഹോട്ടലുകളുണ്ട് അവിടെ. ഇത്രയും ഹോട്ടലുകളിലായിട്ട് 2.16 ലക്ഷം മുറികളുണ്ട്. ഈ മുറികളിൽ നിന്ന് കിട്ടിയ വരുമാനം ആണ് ഒറ്റ കൊല്ലത്തെ 2025 ഈ ഒരു ഒറ്റ കൊല്ലത്തെ കണക്കനുസരിച്ച് പറയുന്ന 45 ബില്യൺ ദിർഹമാണ് ഹോട്ടലുകൾക്ക് മാത്രം കിട്ടിയ വരുമാനം.
പിന്നെ എങ്ങനെ ഒരു നാട് വളരാതിരിക്കുന്ന ആലോചിച്ച് നോക്കൂ. 45 ലക്ഷം ദിർഹമാണ്, 45 ബില്യൺ ദിർഹമാണ്. മില്യൺ അല്ല, ബില്യനാണ്. അപ്പോൾ ഈ 2025 ഇവരുടെ കണക്ക്, ഇവരുടെ പ്ലാൻ അനുസരിച്ച്, ഇക്കൊല്ലത്തെ ബഡ്ജറ്റിലെ പ്ലാൻ അനുസരിച്ച് ഈ 2025 യു എയിൽ 33 മില്യൺ അതിഥികൾ വരുമെന്നാണ് പ്രതീക്ഷ. 33 മില്യൺ, 330 ലക്ഷം. ഇതാണ് എന്തുകൊണ്ട് ഇങ്ങനെ സാധിച്ചത്. ഒന്ന്, അവരുടെ ഭാവന, അവരുടെ പ്ലാനിങ്, ആസൂത്രണം, പിന്നെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. വിതച്ചാലല്ലേ കൊയ്യാൻ പറ്റുള്ളൂ, അതുണ്ട്. അവർക്ക് നല്ല ഭാവനയുണ്ട്. വേറൊന്ന് അവരുടെ പ്രചാരണം, പബ്ലിസിറ്റിയുടെ ഉസ്താദുമാരാണ്. അവരിപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു ക്യാമ്പയിൻ, കഴിഞ്ഞ 5 എഡിഷനുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്. ഒരിക്കലും ആ ക്യാമ്പയിനിലാണ് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ, ലോകത്തിലെ ഏറ്റവും ഭാവനാശാലികളായ കലാകാരന്മാരൊക്കെ വർക്ക് ചെയ്യുന്ന ഇവരുടെ പ്രചാരണമേ പബ്ലിസിറ്റിയിൽ അറിയാലോ. ആഡിലാണ് ഏറ്റവും നല്ല കലാകാരന്മാരും ചിത്രകാരന്മാരും എഞ്ചിനീയർമാരും ഡിസൈനർമാരും ഒക്കെ ഉള്ളത്. വേൾഡ് കൂളസ്റ്റ് വിൻ്റർ എന്നാണ്. അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂളസ്റ്റ് ആയിട്ടുള്ള വിൻ്റർ ആസ്വദിക്കാൻ എവിടെയായിരിക്കും വരേണ്ടത്? ഇവിടെ വന്നോളൂ എന്നാണ് പ്രചാരണം. ആ വേൾഡ് കൂളസ്റ്റ് വിൻ്റർ എന്ന പ്രചാരണത്തിന് അവരുടെ കണക്കനുസരിച്ച് 1.2 ബില്യൺ ആളുകളിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് ആലോചിച്ച് നോക്കൂ. 1.2 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1200 കോടി ആളുകളിലേക്ക് എത്തി ഈ മെസ്സേജ് അല്ലേ. അപ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഐ മീൻസ് 120 കോടി അല്ലേ, 120 കോടി ആളുകളിലേക്ക് എത്തി. ആകെ 700 കോടി മനുഷ്യരേ ഉള്ളൂ. 120 കോടി ആളുകളിലേക്ക് ഈ സന്ദേശം എത്തി. അതുകൊണ്ട് അവരുടെ പ്രചാരണത്തിൻ്റെ ഫലം കൂടിയാണത്. ഇനി ആലോചിക്കേണ്ട കാര്യം, ഇന്ത്യക്ക് ഇതെങ്ങനെ ബാധിക്കും? ഈ പുരോഗതി, ഈ യു എ യുടെ പുരോഗതി എന്തായാലും അതിൻ്റെ ഗുണഭോക്താക്കളാണ് ഇന്ത്യക്കാർ, ഒരു സംശയവുമില്ല. ഒന്നാമത്തെ കാര്യം, യു എയിലേക്ക് വലിയ തോതിൽ യു എയിലേക്ക് ടൂറിസ്റ്റുകൾ വരുമ്പോൾ എപ്പോഴും ഉണ്ടാകാവുന്നൊരു ഗുണം, അതിലൊരു വലിയ പങ്ക് ഇന്ത്യക്കാരാണ്. ഏതാണ്ട് 35 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യക്കാർക്ക് ഇവിടെ യാത്രാ സൗകര്യങ്ങളും അവിടുത്തെ ഫെസിലിറ്റീസും ഒക്കെ കൂടി വരും, യാത്രാ ചെലവുകൾ കുറഞ്ഞും വരും. അതാണ് ഇതിൻ്റെ ഒരു ഗുണമുള്ളത്. വേറൊരു ഗുണമുള്ളത്, എയർലൈൻസുകൾക്ക് പുതിയ സാധ്യതകൾ. ഇന്ത്യൻ എയർലൈൻസ്, ഇന്ത്യയുടെ വിമാന കമ്പനികളാണ് ഇപ്പോൾ സ്വകാര്യ കമ്പനികൾ, ഇപ്പോൾ എല്ലാം സ്വകാര്യമാണല്ലോ. എയർ ഇന്ത്യ സ്വകാര്യമാണ്, പ്ലസ് ഇൻഡിഗോ സ്വകാര്യമാണ്, വിസ്താര സ്വകാര്യമാണ്. ഈ എയർലൈൻസുകൾക്കൊക്കെ കൂടുതൽ ഫ്ലൈറ്റുകളും സൗകര്യങ്ങളും വരും. മാത്രമല്ല, അത് ഇന്ത്യയിലെ വൻകിട നഗരങ്ങൾക്ക് മാത്രമല്ല, ഡൽഹി, മുംബൈ തുടങ്ങിയ എയർപോർട്ടുകൾക്ക് മാത്രമല്ല, ഇത് ഇന്ത്യയിലെ 2ാം നിര 3ാം നിര നഗരങ്ങളിൽ നിന്നാണ് ഇപ്പോൾ സർവീസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന്, കണ്ണൂരിൽ നിന്ന് ഒക്കെ ഉൾപ്പെടെയുള്ള ചെറിയ നഗരങ്ങളിൽ നിന്ന് നേരിട്ട് വിമാന സർവീസുകൾ തുടങ്ങാൻ പോകുന്നു. അത് വലിയ തോതിൽ നമ്മുടെ യാത്രാ സൗകര്യങ്ങളെ കൂട്ടും. അതുപോലെ തന്നെ ഇന്ത്യയിലെ ട്രാവൽ ഏജൻസികൾ, കാറ്ററിംഗ് ഏജൻസികൾ, അങ്ങനെയുള്ള എൻ്റർപ്രണേഴ്സിനും വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ദുബായുമായി ബന്ധപ്പെട്ട്, യു എയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് മെഡിക്കൽ ടൂറിസമാണ്. മെഡിക്കൽ ടൂറിസവും വെൽനസ്സും ഏറ്റവും കൂടുതൽ ഇന്ത്യയുമായി സഹകരിച്ച് ചെയ്യുന്ന ബിസിനസ്സാണ്. കാരണം ആയുർവേദം നമ്മുടെയാണ്. ഈ മസാജ് വെൽനസ് സെൻ്ററുകളൊക്കെ യു എയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അതാണ്. അത് മൾട്ടിപർപ്പസാണ്, പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എങ്കിൽ പോലും ആ രംഗത്തേക്ക് കൂടുതൽ സൗകര്യങ്ങൾ പോകാൻ പറ്റും. മാത്രമല്ല, വേറെ തല പാക്കേജുകളുണ്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മലബാറിലെ പ്രധാനപ്പെട്ട ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളുണ്ടല്ലോ, അവിടേക്കൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് ഗൾഫ് രാജ്യത്ത് നിന്നുള്ള രോഗികളാണ്. അവരോട് ദിർഹമിൻ്റെ റേറ്റിൽ വാങ്ങാനും പറ്റും. അപ്പോൾ ഇവിടുത്തുകാർക്കും വലിയ, അപ്പോൾ ആ മേഖലയിലൊക്കെ വലിയ തോതിലുള്ള പുരോഗതി ഉണ്ടാകാൻ പോകുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞ പോലെ കലയിലും വിനോദത്തിലും, സിനിമ, സംഗീതം, ആ മേഖലകളിലൊക്കെ ഉണ്ടാകുന്ന വലിയ പുരോഗതി, നൃത്തം, ഈ കലാകാരന്മാർക്കൊക്കെ വലിയ വരുമാനത്തോടെ മാന്യമായി ഉള്ള വരുമാനം കിട്ടുന്ന ഒരു മേഖലയായി ടൂറിസം കുറേ കൂടി വികസിക്കുമ്പോൾ, ഒപ്പം തീർച്ചയായിട്ടും നമ്മുടെ തൊഴിൽ മേഖല കൂടും. നമ്മുടെ കാലിബറുള്ള കുട്ടികൾ, ചെറുപ്പക്കാർ, നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ്, അവർക്ക് കുറേ കൂടി ഉദാരമായ സാധ്യതയാണ് യു എയിൽ തെളിഞ്ഞു വരുന്നത്. ഇപ്പോൾ അവിടെ ഉള്ളവർക്ക് കൂടുതൽ കൂടുതൽ മത്സരമുള്ള മേഖലയിലേക്ക് പോകാൻ പറ്റും, കൂടുതൽ സാധ്യതകളുണ്ട്. 2, പുതിയ തൊഴിലന്വേഷകർക്കും പുതിയ സാധ്യതകൾ തുറക്കും. തീർച്ചയായിട്ടും യു എയുടെ പുരോഗതി നമ്മുടെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ കൂടി പുരോഗതിയാണ്, ഇന്ത്യക്കാർക്ക് കൂടി സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് അവരുടെ ഈ നേട്ടത്തിൽ യു എയോടൊപ്പം ഇന്ത്യക്കാർക്കും സന്തോഷിക്കാം, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒട്ടും കുറയാതെ സന്തോഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.